ബിപിൻ ബിനോയ് എന്നോട് വരാൻ പറഞ്ഞായിരുന്നു. ഏത് ബിപിൻ ബിനോയ്? ഇവിടെ അങ്ങനെ ഒരാളില്ല. നിങ്ങൾക്ക് റൂം മാറിപ്പോയതാ. സാറേ, വിനോദല്ലേ? ആ വാ. റൂം 105 എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫാമിലി ആയിരുന്നു. നിങ്ങൾ ആരാന്നൊക്കെ അറിയണ്ടേ? അല്ല പോലീസോ മറ്റോ ആണോന്ന്. ഇതാണ് കറക്റ്റ് റൂം. റെയ്ഡൊന്നും ഇല്ലെങ്കിലും എല്ലാത്തിനും ഒരു മറയൊക്കെ വേണ്ടേ? ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സേഫാ. എല്ലാം സേഫായി ചെയ്യുന്നത് എനിക്കും ഇഷ്ടം. സാറ് കെട്ടിയതല്ലേ? ഒന്നിലും അങ്ങോട്ട് തൃപ്തനല്ല, ഒന്നിലും അല്ലേ? സാറിന് ഏത് ടൈപ്പാ വേണ്ടേ? തമിഴ് വേണം, ഹിന്ദി വേണം, കറുത്തത് വേണോ, വെളുത്തത് വേണോ? എല്ലാം റെഡിയാ മോളി. സാറിന് പുറത്തുകൊണ്ടുപോകണോ? ഉണ്ടു, ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. സാറിന് ഇഷ്ടം പോലെ. ആ അല്ല, ആ ഫോട്ടോ കണ്ട കുട്ടിയില്ലേ? അതൊക്കെ ചീള് ചേത്തല്ലേന്നേ സാറേ. അതിലും നല്ല കിടലം പീസ് നമ്മുടെ വേറെ ഉണ്ട്. ആ പിന്നെ ക്യാഷിന്റെ കാര്യം എങ്ങനെ സാറേ? ഗൂഗിൾ പേ ആണോ അതോ ക്യാഷ് ആയിട്ടാണോ? സാർ ആ പൊന്നാര മോനെ, അതാരെന്നറിയോടാ? എന്റെ ഭാര്യയോടാ അവള്. നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഫോട്ടോ? പിന്നെ ആരണോ? അത് ഞങ്ങൾ വിലക്ക് മേടിച്ചത്. പേജാ സാറ്. അയ്യോ സാറേ, ഞങ്ങൾക്ക് ആ പേജ് കിട്ടുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഫോട്ടോയാ. ഈ പേജ് കിട്ടിയ പറ്റിയ കസ്റ്റമറെ ഒപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ വെറും ഡീലേഴ്സ് മാത്രമാണ് സാറേ. ബാക്കിയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് മുകളിൽ വേറെ ആളുകളുണ്ട് സാറേ. അവരൊക്കെ ലക്ഷങ്ങൾ കൊടുത്താ ഈ പേജ് മേടിക്കുന്നത്. സത്യമായിട്ട് ഇത് കൂടുതലൊന്നും എനിക്കറിയില്ല സാറേ. ഇതിന്റെ പുറകിൽ ആരടാ? ആരെന്ന് പറയടാ? ഇതുവരെ ഉറങ്ങിയില്ലേ? ഭക്ഷണം കഴിച്ചോ? ഇല്ല. മരുന്ന് കഴിച്ചോ? ഇല്ല. ഗൗരി, എന്താ പറ്റിയേ? അത് തന്നെ എനിക്ക് വിനോദേട്ടനും ചോദിക്കാനുള്ളേ. വിനോദേട്ടൻ എന്താ പറ്റിയേ? അത് എന്റെ അടുത്തൊരു വാക്ക് മിണ്ടാറുണ്ടോ? പഴയതുപോലെ ശ്രദ്ധിക്കാറുണ്ടോ? കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കും. വിനോദേട്ടൻ എന്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും പറ. ഗൗരി, നീ എന്തൊക്കെയായി പറയണേ? എനിക്ക് നിന്നോട് എന്ത് ദേഷ്യ? ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. നീ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഈ ഫോട്ടോ ആണോ നിങ്ങളുടെ പ്രശ്നം? പറ.
എന്തോ ഒരു സിഗരറ്റ് എടുത്തേ. മനോജേട്ടനും ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ എന്ത്? ചേച്ചിയുടെ ബിറ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഏത് ചേച്ചിയുടെ? അക്ഷയയിലെ ചേച്ചിയുടെ, ഗൗരി ചേച്ചിയുടെ. എന്ത്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? ഇതാ ഇത് എവിടുന്ന? ആരിട്ടതാ? അതൊന്നും അറിയത്തില്ല, ഇതൊരു പേജിൽ വന്നതാ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഞാൻ ലിങ്ക് ഇട്ട് തരാം. ജയോ നിങ്ങൾ വന്നേ. എന്ത് സാറേ? നോക്കിയേ. ഗൗരി, ചേച്ചി ഞാൻ ഈ സമയത്ത് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്താ ചേച്ചി? ഞാനൊരു ഫോട്ടോ കണ്ടു. ഫോട്ടോ? വേഷം മാറി നടക്കുന്നു, ആരൊക്കെ തല്ലാൻ നടക്കുന്നു. സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവില്ല ഇത് ഫേക്ക് ആണെന്ന്. എനിക്കൊരു പ്രശ്നമില്ല, പിന്നെ ഇത് ഇവിടെ ആർക്കാ പ്രശ്നം? ഗൗരി, നീ ഇരിക്ക്. സ്ട്രേഞ്ച് അല്ലേ? നീ ഇരിക്ക്. ഗൗരി, നീ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യല്ലേ പ്ലീസ്. എന്താ വിനോദേട്ടാ, നമുക്ക് നമ്മുടെ കുഞ്ഞല്ലേ വലുത്. സത്യം ചെയ്, ഇനി ഇതിന്റെ പിന്നാലെ ഒന്നും പോകത്തില്ല. അത് സത്യം ചെയ്. എന്നെ കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യിപ്പിക്കല്ലേ ഗൗരി. എന്നാ ഉറപ്പ് പറ. ഉറപ്പ്, ഞാനിനി അതിന്റെ പുറകെ പോവില്ല. വിനോദേട്ടാ, ഞാൻ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഇനി വഴക്കിനൊന്നും പോയില്ലല്ലോ അല്ലേ? ചേച്ചി 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 ആ, ഈ ഫോട്ടോ കണ്ടിപ്പോ നിനക്ക് എന്താ വേണ്ടേ? നമ്മുടെ സ്വന്തം ആളെന്ന് കരുതി പറഞ്ഞതാ. ഇതിപ്പോ എന്നോട് ചൂടായിട്ട് ഇപ്പം ഇനി എന്നാന്നാവോ സെക്കൻഡ് പാർട്ട്? ആ പറയടാ. 12 പാക്കറ്റാ? ഞാൻ സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ. നീ ഹോൾഡ് ചെയ്യേ. എവിടാടാ പരിപാടി? ഇല്ലടാ, ഇറങ്ങാൻ പറ്റിയല്ല, ഷോപ്പില. ഞാനിപ്പോൾ ചേച്ചിയെ കണ്ട് സംസാരിച്ചു. സുഖമല്ലേ? ആ വന്നോ? എന്താടാ അക്ഷയിൽ എന്താ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞേ? അത് അവളൊരുത്തൻ കമൻ്റ് അടിച്ചു, ഞാൻ അവനെ പിടിച്ചിടിച്ചു. എടാ എന്താ നിന്റെ ഉദ്ദേശം? ഇങ്ങനെ തല്ലാനാണ് നീ എത്ര പേരെ തല്ലും? ഗൗരിക്ക് ഇപ്പോൾ 8ാമത്തെ മാസമാണ്. നീ ഇപ്പോൾ അവിടെ കൂടെ നിൽക്കേണ്ട സമയം. ഇനി വേണ്ട, ഇതിൻ്റെ പുറകെയൊന്നും പോകണ്ട കേട്ടോ. ചോദിച്ചാൽ എനിക്ക് ആ ഹരീഷിനെ കിട്ടണം. ഓഹ് എടാ, അവനെയും സിനിമാക്കാരനെന്നല്ലേ പറഞ്ഞത്? അവർക്കൊക്കെ ഭയങ്കര ഹോൾഡ് ഉണ്ടാവും. നമുക്കിത് ലീഗലി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഞാൻ സക്കറിയെ വിളിച്ച് പറയാം. ചേട്ടാ, ഒന്നും ശരിയാവില്ല.
പിന്നെന്താ നിന്റെ പ്ലാൻ? അതൊന്ന് പറഞ്ഞു. അവളുടെ സൂക്കേടിന് അവൾ എന്നെ കൊണ്ട് ഉണ്ടാക്കി. അവൾ ആരാന്ന് അവളുടെ വിചാരം? വലിയ പതിവ്രത. നീ ആരുടെ കാര്യമാടേ പറയണേ? നോക്കടാ, എന്തേലും കേസില്ല അത് ആരെങ്കിലും ഇങ്ങനെ എഴുതി. കൊള്ളാലോ. ആരുടെ ഇത്? അതിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? അക്ഷയിലെ സുന്ദരി കോത. എന്നിട്ട് അവളുടെ വാക്കും കേട്ട് ആ മൊണ്ണ എന്നെ തല്ലാൻ വന്നിരിക്കുന്നു. എത്ര എണ്ണം കിട്ടി? കിട്ടിയതിൻ്റെ പണി എങ്ങനെ തിരിച്ചു കൊടുക്കണം ആരൊക്കെ അറിയാം. ഇനി അവളവനും പുറത്തിറങ്ങി നടക്കുന്ന ഞാനൊന്ന് കാണട്ടെ. പോയി പണി മേടിച്ചു കൂട്ടല്ലോ. പോടെ. അതിരൂപ. ഹലോ സാറേ, ഫേസ്ബുക്കിലൊരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ആ ഞാൻ സാറിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. സാർ ഒന്ന് കണ്ടു നോക്കൂ. ആ ശരി ശരി. ചേട്ടാ ഒരു ചായ. ഫ്രണ്ട്സ്, ഇതെനിക്ക് അറിയാവുന്ന ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ ഫോട്ടോ ആരോ സോഷ്യൽ മീഡിയയിൽ ദുരുപയോഗം ചെയ്തിരിക്കും. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നുകൂടിയാണിത്. ബി കെയർഫുൾ മൈ സിസ്റ്റേഴ്സ്. ഷോപ്പിൽ പോണില്ലേ ഇന്ന്? ഇല്ല. എന്തേ? ഇന്ന് മുതലാളി പറഞ്ഞോളൂ. എന്തേ, നിനക്ക് വല്ല വയ്യാഴികേടുണ്ടോ ചെറുക്ക? ആ ഉണ്ട്. മമ്മി ഒരു ചായ എടുത്തേ. ആ വയ്യെങ്കിൽ ചുക്ക് കാപ്പി എടുക്കാം. വേണ്ട മമ്മി, ചായ എടുത്താൽ മതി. പാലൊഴിക്കണ്ട, കട്ട മതി. ആ അല്ലെങ്കിൽ നായක നല്ലത് പറഞ്ഞാൽ കേൾക്കില്ല. അവനെ പിടിച്ചോ. എന്താടാ ഓടണ? എന്താ സാറേ എന്റെ മോൻ ചെയ്തത്? എന്താ സാറേ? അവരിപ്പോ അവനെയും കൊണ്ടുവരും. അപ്പൊ അമ്മ എന്നെ ചോദിക്കേ എന്താ ചെയ്തതെന്ന്. എന്റെ മോൻ എന്താ സാറേ ചെയ്തത്? നാട്ടിലുള്ള പെമ്പിള്ളേരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലേ കേസാവും, പോലീസ് വരും, നല്ല നാലെണ്ണം കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? മമ്മി, പപ്പയെ വിളിക്കും മമ്മി, വേഗം വിളിക്കും മമ്മി. സാറേ എന്റെ മോനൊന്നും ചെയ്യില്ല സാറേ. പാവമാണ് സാറേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. എന്താ മമ്മി നോക്കി നിൽക്കാതെ പപ്പയെ വിളിക്കും മമ്മി. എന്താണ് സാറേ? മമ്മി, പപ്പയെ വിളിക്കും മമ്മി. സാറേ നാളെ ഞാനൊന്ന് പറഞ്ഞു. എടാ ചേറിയില്ല, ആന്റോനെ കൊണ്ടോണ കണ്ടാടാ. നീയൊക്കെ കൂടി എന്ത് കുരുത്തക്കേടാണ് ഉണ്ടാക്കി വെച്ചേക്കണത്? പതുക്കെ പറഞ്ഞല്ലേ, അവര് കേട്ടാ എന്നെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകും ഓരോ പണിയുണ്ടാക്കാനായിട്ട്. അയ്യോ, പറ്റുന്ന ജീവിക്കാൻ. ഒരു വടി കൂടെ നമുക്ക് മാറ്റി പിടിക്കാം. എന്താടോ കാര്യങ്ങള്? എന്തായാലും ശരിയാ, ഞാൻ വിളിക്കാം. എടോ, ക്യാരക്ടർ ചെയ്യാനുള്ള പെൺകുട്ടി വല്ലതും റെഡിയായോ? നമ്മൾ ഓഡിഷൻ ചെയ്ത് ഫിക്സ് ചെയ്താണല്ലോ. സാറെ കാണിച്ചില്ലേ ഇവര്? എവിടെ? ഇതാണ് നമ്മുടെ 3 ഓപ്ഷൻസിലൊന്ന്. ഫൈനൽ ചെയ്തേക്കുന്നത് ഇതൊരാള്. സുഷമ. സുഷ്മിത. രണ്ടും ഒന്ന് എന്നടോ. ഇതെങ്ങനെയുണ്ട്? സ്മിത. ഇതോ? എടോ, ഇതൊക്കെ തന്നെ അല്ലടോ കഴിഞ്ഞ പടത്തിൽ നിന്ന് കൊണ്ടുവന്ന്. വേറെ നല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോവാ. അങ്ങനെ പറഞ്ഞപ്പോ ഈ ഹീറോ സാറ് കഴിഞ്ഞ പടത്തിൽ തന്നെ ഇട്ടോ.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറിന് ആക്ട് ചെയ്യണം, ഡാൻസ് ചെയ്യണം, നല്ല സുന്ദരിയായിരിക്കണം. ഇതൊക്കെ അന്വേഷിച്ച് ഓഡിഷൻ ചെയ്യുമ്പോൾ പെൺപിള്ളേർക്ക് മലയാളം വേണ്ട, തമിഴോ തെലുങ്കോ ഒക്കെ മതി. എടോ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഈ സിനിമയിലോട്ട് കുത്തിക്കേട്ടരുത് കേട്ടല്ലോ. ഫ്രഷ് ആയിട്ട് ആരെങ്കിലും വിളിച്ചോണ്ടോ. ആ നിങ്ങൾ നോക്ക്. എന്തുപറ്റി? ആ പുറകെ നിൽക്കുന്നൊരു ശരി. ആ പെണ്ണ് രസമുണ്ടായി പറഞ്ഞിട്ടുണ്ട് ബ്രോ വരും. 10 ദിവസം കഴിഞ്ഞ് ഞാനങ്ങ് പോകും ഇങ്ങോട്ട്. പിന്നെ ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യും. പപ്പനാണെങ്കിൽ വിളിച്ചോണ്ടേ ഇരിക്കുക. ആ പപ്പനല്ല ഈ പപ്പൻ. ഈ പപ്പനും അല്ല ആ പപ്പൻ. അല്ല സാറേ 10 ദിവസം കൊണ്ട് ഈ പാട്ട് തീരൂ. താൻ പറഞ്ഞ പെങ്കൊച്ച ഇതോ അതല്ലോ അതിന് പുറകെ നിൽക്കുന്നത്. ഹായ്. ഹായ്. ഓക്കെ ആണോ? ഓക്കെ ആണോ സാറിന്? ഓക്കെ ആണോ? എനിക്ക് ഓക്കെ ആണോ? ഡാൻസ് ഒക്കെ കളിക്കും സാറേ. ഇപ്പോൾ സാറിൻ്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ലോ, കളിപ്പിച്ചെടുക്കാം നമുക്ക്. ട്രെയിനിങ് കൊടുക്കാം. ഫിക്സ് ചെയ്യും. അവൻ ഡാൻസ് ഓക്കെ ആക്കും, ആക്ടിങ് ഓക്കെ ആക്കുമല്ലോ. ഓക്കെ ആക്കുമല്ലോ. നോക്കാലോ. ആ കുറെ നേരമായോ വന്നിട്ട്? ഹായ്. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു സാറിനെ ഒരു അപ്പോയിൻമെന്റ് എടുക്കാൻ വേണ്ടി. ആണോ? ഓക്കേ. അതൊരു വിഷയമല്ല. കമാൺ, വീഡിയോ കോൾ അല്ലേ വിളിച്ചേലേ, അതാ ഞാൻ പെട്ടെന്ന് ഓർക്കാനത്. ഓൾറെഡി. സോ ആക്ടിങ്ങിലേക്ക് വരണം അല്ലേ? അതെ. എന്ത് മോഡലിംഗ് എത്ര വർഷം ചെയ്തു? ഞാനൊരു 3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. 3 years. ഐ റിയലി വാണ്ടഡ് ടു ഡു സം മൂവീസ്. പക്ഷെ എനിക്ക് അങ്ങനെ ഗോഡ് ഫാദേഴ്സ് ഒന്നുമില്ല. അപ്പോഴാണ് സാറിന്റെ കാസ്റ്റിംഗ് ഏജൻസിനെ കുറിച്ച് അറിഞ്ഞത്. ഇപ്പോ എത്ര വയസ്സായി? ഇപ്പൊ 20. 20 വയസ്സ് കറക്റ്റ് ആണ്. സോ യു ആർ അറ്റ് ദ റൈറ്റ് സ്പേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഇനിയിപ്പോ ഞങ്ങളുടെ ഏജൻസി കുട്ടിയെ അങ്ങോട്ട് വളർത്തുകയാണ് കേട്ടോ. വിഷ് യു ഗുഡ് ലക്ക്. താനാരാ? നീ പോയി വണ്ടിയിലിരിക്കെ. അയ്യോ ഞാൻ ആ കൊച്ചിനൊന്നും ചെയ്തില്ലെന്ന്. എടോ താനാരാ? ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ പറയാൻ തോന്നുന്നു. സാറേ സാറേ ഒരാവശ്യമില്ല എന്നെ അടിച്ചാവൻ. അത് നമ്മുടെ സെറ്റിൽ കയറി ഇങ്ങോട്ട് സാറേ. ഞാൻ എന്നെ ഏറ്റിട്ടാ സാർ എന്നെ പിടിക്കുന്നത്? എന്റെ പൊന്നു പ്രോ, ഞാൻ ആ പെങ്കൊച്ചിനെ തൊട്ടിട്ട് പോലുമില്ല. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ? ഞാൻ ഒന്ന് സംസാരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു പേജ്. ആടയില്ല ഉടലുകൾ, സ്വപ്നസുന്ദരി, പാൽക്കുടം. അല്ലടാ ഇപ്പൊ മനസ്സിലായടാ നീ എന്തിനാ വാങ്ങിച്ചു കൂട്ടിയെന്ന്? സാറേ ആ പേജ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ എന്നുള്ള സത്യമാണ്. അതിനകത്ത് ഒരു പരിപാടികളും എനിക്ക് അറിയത്തില്ല. നീ ആരുടെ കയ്യിൽ നിന്നാ വാങ്ങിയ? അപ്പൊ ഈ സ്റ്റോറിയൊക്കെ എഴുതിയിരുന്ന നീയല്ലേ? പേജ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതെനിക്ക് വിറ്റവൻ തന്നെയാണ്. അതിനകത്തെ ഫോട്ടോയോ സ്റ്റോറിയോ മറ്റ് വിവരങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല സത്യമായിട്ടും. ആരെന്ന്? ടിനു. ഏത് ടിനു? സാറേ അവനെ പറ്റി കൂടുതലൊന്നും എനിക്കറിയത്തില്ല. ഈ പേജിന്റെ മെയിൻ്റനൻസിന് വേണ്ടി വല്ലപ്പോഴും കോണ്ടാക്ട് ചെയ്യുമെന്നല്ലാതെ. ഇതാണ് വീഡിയോ കോൾ. ഇവനെ വീഡിയോ കോൾ ചെയ്യാൻ